ഇത് ഐഫോൺ 15, ഇത് 16. അപ്പം എൻ്റെ 16ലേക്ക് മാറി. അപ്പോൾ ഐഫോണിൻ്റെ 15ൻ്റെ ഒരു ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഐഫോൺ 50യെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ബ്രാൻഡിങ്, അതായത് ക്യാമറ, വീഡിയോ, ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും, അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്, ഫോട്ടോഗ്രാഫി ബിസിനസ് എല്ലാം തന്നെ ഈ ഐഫോണിലൂടെ വളരെയധികം ഉപകാരപ്പെട്ടു. എന്തൊക്കെ രീതിയിലാണ് ഉപകാരപ്പെട്ടെന്നുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി പറയാം. എൻ്റെ കയ്യിൽ ആദ്യമേ ഞാനൊരു സാംസങ് യൂസറായിരുന്നു. ഫസ്റ്റ് 2013 മുമ്പേ തന്നെ 2009-8 കാലഘട്ടത്തിലായി സാംസങ്ങിൻ്റെ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ ഇറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഒരു ഗാലക്സി പോപ്പ് എന്ന് പറഞ്ഞൊരു ഫോൺ വന്നിരുന്നു. ബ്രദറിൻ്റെ ആയിരുന്നു, പക്ഷേ പുള്ളി അങ്ങനെ വലിയ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പുള്ളി സെക്കൻഡറി ആയിട്ട് ഒരു നോക്കിയ 3110 എന്ന് പറഞ്ഞ ഫോൺ, ആ ഒരു സമയത്ത് നോക്കിയ തരംഗമായിരുന്നു. ആ സമയത്ത് പുള്ളി ഈ ഫോൺ സെക്കൻഡറി ആയിട്ട് മേടിച്ചു. അപ്പോൾ കൂടുതലായിട്ട് ഞാനാണ് ഫോട്ടോ എടുക്കാനും ഒക്കെ വെച്ചാൽ സിം ഇടുന്നില്ല, നമ്മൾ ഒരു സിം ഇട്ടിട്ടുണ്ട്, പുള്ളിയുടെ പേഴ്സണൽ സിം മറ്റേ ഫോണിലും, ഇത് നമുക്കൊരു കോമൺ എന്ന് പറഞ്ഞ പോലെ സെക്കൻഡറി ആണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ, ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെ ഈ ഫോൺ ജസ്റ്റ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതായത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം. ഫോട്ടോ ഒക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ് സാംസങ്ങിൻ്റെ. അന്ന് നമുക്ക് ഐഫോൺ അന്ന് ഉണ്ടെങ്കിലും ഐഫോൺ നമ്മൾ ഭയങ്കര സംഭവം, ഭയങ്കര വില പിടിപ്പ്, പുറത്തുള്ളവർക്കൊക്കെ അഫോർഡബിൾ ആയൊരു സാധനമായിരുന്നു. ഒരു ഐഫോൺ 3 എന്നൊക്കെ 3S അങ്ങനെ ഒരു സാധനമായിരുന്നു, ഒരു മുട്ട പോലെ തോന്നുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇറങ്ങിയപ്പം അതെടുത്തു. അങ്ങനെ ഗാലക്സി പോപ്പ്. അതിനുശേഷം ഞാൻ കോളേജിലേക്ക് പോയ സമയത്ത് ഒരു ഗാലക്സി കോർ എന്ന് പറഞ്ഞ ഫോണാണ് ഫസ്റ്റ് പേഴ്സണലായിട്ട് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ എടുക്കുന്നത്. 2013 കോർ ഡുവൽ സിം ഒക്കെ ഇടാം. ഡുവൽ സിം ഇടാവോന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം വെച്ചാൽ ഡുവൽ സിം സെറ്റപ്പ് ഒക്കെ വായി വരുന്ന കാലം, അല്ലെങ്കിൽ കോർ ഇറങ്ങി, കോർ 2 ഇറങ്ങി, അങ്ങനെയൊക്കെ ഇറങ്ങി. അപ്പോൾ ആ കോറാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. സാംസങ്ങിൽ ഞാൻ വളരെയധികം തൃപ്തനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇറങ്ങിയ വിവോ ആയിട്ടില്ല എനിക്കൊന്ന്. സാംസങ്ങിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നോക്കിയ ആൻഡ്രോയിഡ് അല്ലാത്ത രീതിയിൽ കുറേ ഫോണുകൾ ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ബെറ്റർ ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി ഉള്ള കുറേ ഫോണുകളൊക്കെ ഇറക്കി. പക്ഷേ ഫ്ലോപ്പായി പോയി, ആൻഡ്രോയിഡായിട്ട് തട്ടി നിൽക്കാൻ പറ്റിയല്ലോ. അന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിന് സോണി എക്സ്പീരിയയോ എന്തോ ഉണ്ടായിരുന്നു, സോണി ഉണ്ടായിരുന്നു, സാംസങ്ങിന് എതിരായിട്ട് ഏതാണ്ട് HP ആണെന്ന് തോന്നുന്നു, HP അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ബ്രാൻഡുകളൊക്കെ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ആ സാംസങ് എന്നുള്ള ബ്രാൻഡിൽ വാല്യൂ വിശ്വസിച്ച് ഞാൻ അത് തന്നെ എടുത്തു. അതിൻ്റെ അകത്ത് അന്നും നമുക്ക് ഈ ഫോട്ടോഗ്രാഫിയും ക്യാമറയും, എനിക്ക് എൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. സിസ്റ്റത്തിൻ്റെ അകത്ത് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മറ്റ് ക്യാമറയിലൊക്കെ എടുത്ത ഫോണുകളിലൊക്കെ എടുത്ത ഫോട്ടോസ് ഇങ്ങനെ നമ്മൾ ഇതേ കയറ്റി നോക്കിയിട്ട്, G5 തരംഗമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ ക്യാമറ ബെറ്റർ ആയിരുന്നു. അപ്പം അത് യൂസ് ചെയ്തു. അതിനുശേഷം പിന്നെ J8, അതിന് 4 വർഷം 3 വർഷക്കാലമൊക്കെ അന്ന് 13 എടുത്തപ്പോൾ 14, 15, 16, 17, 18 വരെ 5 വർഷം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് J8, ഇതൊക്കെ എൻ്റെ ഈ ബാക്കപ്പ് ഇരിപ്പുണ്ട്, കാണിക്കുന്നില്ല. J8 എടുത്തുകൊണ്ട് പറഞ്ഞേ, J8 എടുത്തു. J8 എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സാംസങ്ങിൻ്റെ പ്രീമിയം ഒത്തിരി സെയിലായ ഒരു ഫോണാണ്. അത് 2018, 19, 20, 21, 20 വരെയാണ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞാണ് പോകുന്നത്. അത് ജസ്റ്റ് എൻ്റെ യാത്ര വെച്ച് താഴെ വീണിട്ട് ചില്ല് പൊട്ടിയിട്ട് പോകുമായിരുന്നു. പക്ഷേ അതിൻ്റെയും ക്യാമറ ക്ലാരിറ്റി ഒക്കെ ബെറ്റർ ആയിരുന്നു. എനിക്ക് അന്നും വീഡിയോ യൂട്യൂബിലൊക്കെ ചെയ്യണമെന്നായിരുന്നു, പക്ഷേ പല കാര്യങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ലായിരുന്നു. പിന്നീട് ഞാൻ ഒരു വിവോയുടെ ചുമ്മാ നോർമൽ ഒരു ഫോൺ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഐഫോൺ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കപ്പം ഓൾറെഡി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബിലൊന്നും ആക്റ്റീവായിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിട്ടില്ല. നമ്മളിങ്ങനെ ആ ഒരു എഡിറ്ററായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ഞാൻ തൃശ്ശൂർ സാമന്തി എഡിറ്ററായിട്ടും ഫോട്ടോഗ്രാഫിയൊക്കെ ആ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം കൊറോണ വരുന്ന ആ ഒരു സമയം കാലഘട്ടം ഇങ്ങനെയൊക്കെ യൂട്യൂബ് ആക്റ്റീവ് ആകുന്നു, യൂട്യൂബിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല, അങ്ങ് തട്ടിയും മുട്ടിയും പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് യൂട്യൂബിലേക്കും കൂടെ കുറച്ച് വീഡിയോ ചെയ്യണം എന്നൊരു പെട്ടെന്നൊരു ഇത്. ഇൻസ്റ്റാഗ്രാമൊക്കെ കയറിച്ചാൽ ടിക്ടോക്ക് കട്ടായി, ഇൻസ്റ്റാഗ്രാം വന്നപ്പം യൂട്യൂബ് കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു, അങ്ങനെ ഒരു തോന്നൽ വന്നു. പിന്നെ ക്യാമറ ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലോ എന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ മെയിൻ ക്യാമറ വെച്ച് വീഡിയോസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാനൊരു യാത്ര പോയപ്പോഴത്തേക്കും, ശബരിമലയ്ക്ക് പോയപ്പോഴത്തേക്കും അവൻ്റെ ഐഫോൺ 30 വെച്ച് കുറേ ക്ലിപ്പ് എടുത്തപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പ്രൊഫഷണൽ ക്യാമറയെ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയിൽ വീഡിയോ ലൈറ്റ് ഇല്ലാത്തടത്ത് പോലും കിട്ടുന്നു.
അങ്ങനെയാണ് ഞാൻ ഐഫോൺ ഫസ്റ്റ് നമ്മുടെ ഐഫോൺ 30 ആ യാത്ര കഴിഞ്ഞ് വന്ന് ഞാൻ എടുക്കുമായിരുന്നു. എന്നുവെച്ചാൽ അത് എൻ്റെ ലൈഫിൽ ഈ മുടക്കിയ പൈസ ഇത്രയും മുതലായ ഒരു പ്രൊഡക്റ്റ് വേറെ ഇലക്ട്രോണിക്സിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ഇതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, ഒരു പാട്ടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് പോകും. ഓഡിയോ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ബിസിനസ് ഇൻസ്റ്റാ പ്രൊഫൈൽ ശ്രദ്ധിച്ചറിയാം. ഇൻസ്റ്റാഗ്രാം വളർച്ച, യൂട്യൂബിൻ്റെ വലിയ വളർച്ച വന്നില്ല. അത് ഞാൻ ആക്റ്റീവ് ആകാത്ത കൊണ്ട് മാത്രമാണ്. ആക്റ്റീവായിട്ട് കറക്റ്റ് കണ്ടിന്യൂസായിട്ട് ചെയ്യുന്ന യൂട്യൂബും വളർന്നതിന് യൂട്യൂബിൻ്റെ വളർച്ച, അതുപോലെ തന്നെ ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ഒരു കോൺഫിഡൻസ്, ഇതിൻ്റെ ഒരു സ്പീഡ്, അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഒരു ലൈഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അപ്പം ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ക്യാമറയെ പറ്റി തന്നെ പറയാം. 48 മെഗാ പിക്സൽ വരുന്ന വീഡിയോ ക്യാമറ, ഫോട്ടോയും വീഡിയോയ്ക്ക് വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ക്ലാരിറ്റി, നമ്മൾ ആ ക്യാമറ എടുത്തതിന് ശേഷം ഇതിന് കുറച്ച് സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ബെറ്റർ ക്ലാരിറ്റി കിട്ടത്തില്ല. അത് ഞാൻ എടുത്ത് പറയുവാണ്. എടുത്തതിന് ശേഷം ഇതിൻ്റെ പല തവണ ഞാനിത് ക്യാമറ വീഡിയോ പല രീതിയിലും സ്ലോ മോഷനും ആൻറ്റി ഷെയ്ക്കുള്ള ഓപ്ഷൻ ഇട്ടും 4K ഇട്ടും 3K ഇട്ടും ഫുൾ HD ഇട്ടും എല്ലാ രീതിയിലും വീഡിയോസ് എടുത്ത് സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് ബെറ്റർ സെറ്റിങ്സ് ഞാൻ കണ്ടുപിടിച്ച് അതിട്ട് അതിന് ശേഷമാണ് എനിക്ക് നല്ല വീഡിയോ കിട്ടാൻ തുടങ്ങിയത്. അത് ഞാൻ എടുത്തു പറയുവാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഐഫോൺ എടുത്തിട്ട് പിറ്റേ ദിവസം തൊട്ട് വീഡിയോ എടുത്തിട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പലരും പറയും. അത് കേട്ടിട്ടുമുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും പറ്റുകയില്ല. പക്ഷെ അത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ എല്ലാ മോഡുകളും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ സിസ്റ്റത്തിൽ കയറ്റി പ്ലേ ചെയ്ത് നോക്കണം ഏതാണ് ബെറ്റർ എന്നുള്ളത്. എന്നുവെച്ചാൽ ഈ ഐഫോൺ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രൊഫഷണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇറക്കുന്നുള്ളതുകൊണ്ട് പല ഓപ്ഷനുകളും ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് ഇടണം. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഓപ്ഷൻ്റെ വീഡിയോസൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം വ്ളോഗിങ് തുടങ്ങി, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെറുതായിട്ട് വീഡിയോസും തുടങ്ങി. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തി ഇതിൻ്റെ ഷെയ്ക്കില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് ക്യാമറയ്ക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള സ്റ്റെബിലൈസേഷനാണ്. ഒരു ഗിംബലോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് എടുക്കുന്ന വീഡിയോസിന് ഇങ്ങനെ ഓടിയാൽ പോലും നമുക്ക് ഈ സംഭവത്തെ വീഡിയോയ്ക്ക് ഒരു ഷെയ്ക്ക് വരത്തില്ല. അത് ഇന്ന് കാലത്ത് അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. നമ്മൾ വ്ളോഗിങ്ങിനാണെങ്കിലും നമുക്ക് ഷെയ്ക്ക് വന്നാൽ നമ്മുടെ കണ്ണിന് ഇറിറ്റേഷനാകും. അപ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണ്. ഷെയ്ക്കില്ലാതെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 4K ക്വാളിറ്റിയിൽ കണ്ണും മിഴിക്കുന്ന ക്ലാരിറ്റിയിൽ ലോ ലൈറ്റ് പെർഫോമൻസും നമുക്ക് ഇതിൻ്റെ ക്യാമറ തരുന്നു. ഫോട്ടോയ്ക്ക് ഞാൻ പറയുകയാണ് ഇച്ചിരി നോക്കി ഇങ്ങോട്ട് എടുക്കണം. പക്ഷേ വീഡിയോ നോക്കി ഇങ്ങോട്ട് എടുക്കണമെന്ന് വെച്ചാൽ ആ നാച്ചുറൽ കളറാണ് ഇതിൻ്റെ അകത്ത് ഫോട്ടോയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ രണ്ട് ഫിൽറ്ററൊക്കെ ഇടേണ്ടി വരും. പക്ഷേ വീഡിയോയുടെ കാര്യത്തിൽ കണ്ണ് ചിമ്മുന്ന വീഡിയോ ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ പല രീതിയിൽ ഫോട്ടോഗ്രാഫി കാര്യങ്ങളിലും അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡിയോ സംബന്ധമായ പല രീതിയിലും എനിക്ക് വികസിക്കാനും ആക്റ്റീവ് ആകാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും എടുത്ത് പറയേണ്ടത്. ഓഡിയോ ഔട്ട്പുട്ട് തന്നെ റെക്കോർഡിങ് ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയാം. നമ്മളൊരു സ്ഥലത്ത് നിന്നൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ നാച്ചുറൽ ഓഡിയോസിൻ്റെ അകത്ത് കിട്ടിയിട്ട് നമുക്കൊരു സിനിമാറ്റിക് ഓഡിയോ റെക്കോർഡിങ് സ്റ്റൈലാണ് എനിക്ക് കിട്ടുന്നത്. ആ സ്ഥലത്ത് നിൽക്കുന്ന ഫീൽ നമ്മൾ അതിൻ്റെ അകത്തെടുത്ത വീഡിയോ കണ്ടാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു വഴി സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അതിലൊരു ഓട്ടോറിക്ഷ പോയാൽ ഇവിടുന്ന് ഓട്ടോ വരുമ്പോൾ തൊട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു വോയിസ് കറക്റ്റ് വരും. നമ്മൾ പറയുന്ന വോയിസും കിട്ടും, ഇല്ലെന്നല്ല പറയുന്നത് അതും കിട്ടും. അപ്പോൾ ഈ പുതിയ വേർഷനിൽ ആ നോയിസ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അത് ഒരു ഓപ്ഷനായിട്ട് വേണമെന്ന് തോന്നിയോണ്ട് വെച്ചാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ ഒരു ഓഡിയോ റെക്കോർഡിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപാര ഓഡിയോ റെക്കോർഡിങ് ക്വാളിറ്റിയാണ് എടുത്ത് വരുന്ന സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ഒരു പാട്ട് പ്ലേ ചെയ്താലും നല്ല കിടിലൻ മ്യൂസിക് പ്ലേ ഒരു നമുക്ക് ബോട്ടിൻ്റെയോ അല്ലെങ്കിൽ JBLൻ്റെയോ ഒന്നും എക്സ്റ്റേണൽ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു പാട്ട് ആസ്വദിക്കണം തോന്നിയാൽ നല്ല ഉച്ചത്തിൽ ഇതാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചെകിടടയ്ക്കുന്ന സൗണ്ടല്ല, പക്ഷേ നമ്മളെ ചെവിക്ക് ഇമ്പമാർന്ന ഒരു ഓഡിയോ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതും പോസിറ്റീവായിട്ട് ബാധിക്കുന്നതും രണ്ട് രീതിയിലാണ്. അപാര സ്പീഡാണ് ഐഫോൺ നമുക്ക് തരുന്നത്. വെച്ചാൽ നമുക്കൊരു എൻ്റെ ഒരു രീതി പറയുവാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ യൂസേജ് ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഒരു ബിസിനസ് മാനേജറാണെങ്കിൽ അവരുടെ ചിലപ്പം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട റീൽസ് അതിൻ്റെ എക്സലുകളും നോട്ടുകളും ഒക്കെ നോക്കാൻ സാധിക്കും. അതൊന്നുമല്ല നമ്മളിതിൻ്റെ അകത്ത് റിലേറ്റ് ചെയ്യുന്നത്.
ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തു, കട്ട് ചെയ്ത് എടുത്തു. ഞാൻ റീലാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ കട്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോ ഇപ്പം മിക്സ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാനുള്ള ഓപ്ഷൻ, അത് മറ്റേ തേർഡ് പാർട്ടി എഡിറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യാതെ തന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം തന്നെ തരുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റിംഗ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ എടുത്ത ക്ലിപ്പ്, രണ്ടാമത് എടുത്ത ക്ലിപ്പ്, മൂന്നാമത് എടുത്ത ക്ലിപ്പ്, പക്ഷേ മൂന്നാമത്തെ ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ആയിട്ട് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനെ, ഫിൽറ്റർ ഇടാനുള്ള ഓപ്ഷനെ, ട്രാൻസിഷൻ ഇടാനുള്ള ഓപ്ഷനെ, ടൈറ്റ് ഇടാനുള്ള ഓപ്ഷനെ, ഓഡിയോ ഇടാനുള്ള ഓപ്ഷനെ എന്ന് വേണ്ട എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് തരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളൊരു മറ്റ് ബ്രാൻഡ് ആ ഫോണെങ്കിൽ സ്ലോ ആകാൻ, അതായത് ഇത്രയും എഫക്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒരു ലാഗിങ്ങോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ ആ ഒരു സമയത്ത്. എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ വേണ്ട നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് കൊടുത്താലേ ഉള്ളൂ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ലാഗാതെ. അത് ഞാൻ ഒന്ന് ചുമ്മാ കയറ്റിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു ലാഗോ എഡിറ്റിങ്ങിൻ്റെ അകത്ത് ഇതോ വന്നിട്ടില്ല. പിന്നെ സ്ലോ ആകാനുള്ള സാധ്യത വരുന്നത് ഇതിൻ്റെ മെമ്മറി ഭയങ്കരമായിട്ട് നിറഞ്ഞാൽ സ്ലോ ആകും. അത് ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും, അതായത് കമ്പ്യൂട്ടർ ആണെങ്കിലും, ക്യാമറയാണേലും, ഫോണാണേലും, ലാപ്ടോപ്പ് ആണേലും എല്ലാം തന്നെ, അത് മറ്റ് ബ്രാൻഡ് ഫോണുകളാണേലും മെമ്മറി ആ റെഡ് കാണിക്കണം വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ലോ ആകും. അതുകൊണ്ട് നമ്മൾ മെമ്മറി നിറയാതെ കൊണ്ട് നോക്കുക എന്നുള്ളത് അതിൻ്റെ മെയിൻ ഒരു ഘടകമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും 1 GB ഒക്കെ എടുത്താൽ 1 GB എടുത്താലും ഒരു 500-600 കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് ഇങ്ങോട്ട് ലോഡാകും. ഇൻ്റർണൽ സ്പേസ് ഓടുന്നോടൊന്നും കാര്യമില്ല. നമ്മൾ ഒത്തിരി നിറയ്ക്കാതിരിക്കുക. നമ്മളൊരു ഒത്തിരി ക്ലിപ്പുകൾ നമുക്ക് ബാക്കപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ഡിവൈസ്, അപ്പം ഹാർഡ് ഡിസ്കോ, പെൻ ഡ്രൈവോ, SSD ഒക്കെ മേടിച്ചിട്ട് അതിലേക്ക് ക്ലിപ്പുകളും ഫോട്ടോസുകളും ശേഖരിച്ച് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ട്രിപ്പുകളോ യാത്രകളോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പ്രോഗ്രാമുകളോ കഴിയുമ്പം ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്കുകളിലേക്കോ യൂട്യൂബിലേക്കോ ക്ലിപ്പുകളും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ആ മെമ്മറി അവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതേന്ന് കളയുക. അത് ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫോണിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഇപ്പോഴും ഇനിയൊന്നും സ്ലോ ആയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ആധാരം ഒത്തിരി ബാക്കപ്പോ എന്നൊന്നുമില്ല. ഒന്നും തന്നെ എൻ്റെ പഴയ മെമ്മറി എന്ന് പറയാൻ പറഞ്ഞതൊക്കെ എല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ലൈവായിട്ട് കയറ്റുന്നു, യൂട്യൂബിലേക്ക് കയറ്റുന്നു, ഫേസ്ബുക്കിലേക്ക് കയറ്റുന്നു. അപ്പോൾ നമുക്ക് അവിടെ മെമ്മറികൾ നമുക്ക് അവിടെ കാണാം. ഇതിൽ തന്നെ കണ്ട് ആസ്വദിക്കണം എന്ന് തന്നെ നിർബന്ധം. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 ഫോട്ടോസൊക്കെ പിന്നെ ഗൂഗിൾ ഡ്രൈവ് കയറ്റിയിടാം. വേണമെന്നുണ്ടെങ്കിൽ കാണാൻ രീതി ഗൂഗിൾ ഡ്രൈവ് പർച്ചേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ഓപ്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധ ലാഗുകളും വരത്തില്ല, ലാഗോ ഇതോ കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സ്പീഡിൻ്റെ കാര്യത്തിൽ ബെറ്റർ സ്പീഡ് എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഗ്യാരണ്ടി പറയുവാണ്. സ്പീഡ് കിട്ടാത്തവർക്ക് കിട്ടാതിരിക്കത്തില്ല, അത് കണ്ണും പൂട്ടി എടുത്തു. പിന്നെ എല്ലാവർക്കും റിലേറ്റബിൾ അല്ല, എന്നാലും നമുക്ക് ഈ ഐഫോൺ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമുക്ക് പല സ്ഥലത്തും എനിക്ക് ചേർച്ച് ചെന്നപ്പോഴത്തേക്കിനും വെച്ചാൽ ഗുണത്തേന്ന് വന്നതല്ല, ബ്രാൻഡ് വാല്യൂ ഐഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ഇപ്പോഴും നമുക്ക് കിട്ടുന്നല്ല. നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് എന്തോ നമുക്ക് പെട്ട ഒരു 10 പേർ മുമ്പ് വെച്ച് എടുത്ത് അവരെ കാണിക്കാനൊന്നും പോലെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അല്ലാതെ അവരെ ഇപ്പം ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെവി വെച്ചോണ്ടിരിക്കുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് ചെന്നു, നമ്മളൊരു മൊബൈൽ നമ്പർ ചോദിച്ചു, അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ മേടിക്കും, നമ്മൾ പെട്ടെന്ന് ഈ ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും അവർ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾ എന്നൊരു ബ്രാൻഡ് വാല്യൂ ഇതിനുണ്ട്. എന്നുവെച്ചാൽ മറ്റ് സാംസങ്ങോ ഓപ്പോയോ വിവോയോ ഇതൊന്നും കുറഞ്ഞതാണെന്നൊന്നുമല്ല പറഞ്ഞത്. എങ്കിൽ പോലും നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യാനുള്ളൊരു ബ്രാൻഡ് വാല്യൂ നമുക്കിതിന് തരുന്നു. ഇതിൻ്റെ ഒരു നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡ് അവയർനെസ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും, അല്ലെങ്കിൽ ഒരു വലിയൊരു മീറ്റിംഗ് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഇതൊരു യൂസ് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോഴും പലരും പറയും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതായി, ഇതിനൊന്നും പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. അങ്ങനെയൊന്നുമല്ല. ഐഫോൺ നമുക്കൊരു സ്പെഷ്യലായിട്ട് നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ ഒരു വ്യക്തി നമുക്ക് തരുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ നമ്മുടെ ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു ക്ലിപ്പ് കാണിക്കുക, അവർക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുമ്പം ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം ബെറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. 1, 2 ഇത് ഐഫോണെ കാണിക്കുമ്പോൾ തന്നെ ഇവൻ ചുമ്മാ അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണോ അല്ലെങ്കിൽ ചുമ്മാ ഇതല്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ മനസ്സിൽ വരും. അപ്പോൾ വലിയ പാർട്ടികളൊക്കെ ആയിരിക്കും നമ്മുടെ ചിലപ്പോൾ ക്ലയൻറ്റൊക്കെ, അമേരിക്കൻ പാർട്ടികളുടെയൊക്കെ അടുത്ത് നമ്മൾ ചെന്ന് ഈ വിവോയിലൊക്കെ കാണിക്കുമ്പോൾ ഇവനെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് അവർക്കുള്ളിൽ അപ്പോൾ നമ്മൾ ഐഫോൺ ആകുമ്പോൾ ആ ഒരു ബ്രാൻഡ് നമ്മൾ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രാൻഡ് വാല്യൂ നമ്മുടെ പ്രൊഡക്റ്റുകളിലും ക്യാമറകളിലും എല്ലാം കാണുമെന്ന് അവർക്കൊരു ചിന്ത വരാൻ സാധ്യതയുണ്ടല്ലോ. ആ ഒരു യൂസർ ഗുണം നമുക്ക് വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാ ഫീൽഡിലും എല്ലാ ജോലിയിലും
ഏത് ജോലിയും ഇന്നൊന്നുമില്ല, ആ ജോലിന് അതിൻ്റേതായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോഗ്രാഫി മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ചെറിയൊരു സൂചന പറയാം. പണ്ട് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു, എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ്. അല്ല വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നു, എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് മാറി ഇപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഒരാളെന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോണിലാണെങ്കിലും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും തുല്യ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഫോട്ടോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ബെറ്ററാണ്, പക്ഷേ അതിന് നാച്ചുറൽ ഔട്ടാണ് തരുന്നത്. ഇപ്പോൾ ഒരു കറുത്ത, അപ്പോൾ എൻ്റെ പോലെയുള്ള ഒരാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കറുപ്പ് നാച്ചുറലായിട്ട് തന്നെ ഹൈലൈറ്റ് ആയി നിൽക്കും. പെട്ടെന്ന് ഒരു കറുത്തയുള്ള ആൾക്ക് ഫോട്ടോ എടുത്തിട്ട് കറുപ്പ് ഹൈലൈറ്റ് ആയി നിൽക്കാൻ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിന് ഫിൽറ്ററുകൾ യൂസ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനുകൾ, പോർട്രേറ്റർ അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അതിട്ടെടുത്താലേ ഉള്ളൂ ഫോട്ടോസ് ബെറ്റർ ആകത്തുള്ളൂ. നാച്ചുറൽ ക്യാമറയിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ ആ നാച്ചുറൽ കളറേ അവർ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ചിലർക്ക് എൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. വീഡിയോ പക്ഷേ അങ്ങനെയല്ല. വീഡിയോ നമ്മൾ ആ ഒരു മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കളറൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് മടുപ്പാണെന്ന് ഇങ്ങനെ പറയുന്നതോടുകൂടി അങ്ങനെയല്ല. അതിൻ്റെ കുറേ ഓപ്ഷനുകൾ, പോർട്രേറ്റർ, ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഫിൽറ്ററുകളെല്ലാം യൂസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ നിങ്ങളൊരു ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ നടത്തുന്ന ആൾ, നല്ലൊരു പുതിയ ഫർണിച്ചർ വന്നു, ഒരു ചെയറാണെന്ന് വിചാരിക്കുക. ആ ചെയറിൻ്റെ ഫോട്ടോ എടുത്താൽ നാച്ചുറൽ പിക്ചറാണ് കിട്ടുന്നത്. അപ്പോൾ ആ നാച്ചുറൽ പിക്ചർ എഡിറ്റ് ചെയ്തിട്ട് വേണ്ട ടച്ചുകൾ ചെയ്തിട്ട് വേണേൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ തരുന്നത്. വെച്ചാൽ അതിന് നാച്ചുറൽ കളറുകളെല്ലാം കിട്ടും. വേണമെന്നുണ്ട് അങ്ങനെ നാച്ചുറൽ വേണ്ട, ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഇതിനകത്ത് പോർട്രേറ്റ് അങ്ങനെ കുറേ മോഡുകളുണ്ട് ഈ താഴെ. അതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ എടുത്താൽ ഫോട്ടോ ഒരു രീതിയിൽ മാറത്തില്ല. പിന്നെ വീഡിയോയ്ക്കാണെങ്കിലും സിനിമാറ്റിക്, സ്ലോ മോഷൻ, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്തതിലും വെച്ച് ബേസ് മോഡൽ ഇട്ട് എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഇതിൽ നല്ലതെന്ന് തോന്നി. വെച്ചാൽ പല സിനിമാറ്റിക് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും അതിൻ്റേതായ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ പോട്ടെ. നമ്മൾ 4Kയിൽ 30 FPS എടുത്താൽ യാതൊരുവിധ ലാഗോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പം ആണ് എൻ്റെ ഒരു ഇത് ഫോട്ടോഗ്രാഫിയെ പറ്റി, ഐഫോൺ ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുവാണെങ്കിൽ. പിന്നെ ഐഫോൺ പേഴ്സണൽ ബ്രാൻഡിങ്ങിനും ബിസിനസ് ബ്രാൻഡിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഇന്നത്തെ ഒരു ആവശ്യകതയായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് നടത്തുക എന്നുള്ളത്. പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, ഇപ്പോൾ ബോച്ചയൊക്കെ ചെയ്യുന്ന പോലെ പേഴ്സണൽ ബ്രാൻഡിങ് നടത്തുക എന്നുള്ളത്. ഇതിന് രണ്ടിനും ആഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഏത് ബിസിനസ്സോ അല്ലെങ്കിൽ നടത്തുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സെൽഫ് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ്ങും ബിസിനസ് ബ്രാൻഡിങ്ങും നടത്തണം. ബിസിനസ് പ്രൊമോഷൻ സോഷ്യൽ മീഡിയ വഴി നടത്തണം അതിൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണ് ഈ ഫോൺ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ആശാരി വർക്ക് ചെയ്യുന്ന ആളാണെന്നായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ക്രിയേഷൻ വർക്ക് ചെയ്യുന്നതിന് ബിഹൈൻഡ് സീൻ തൊട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരെയുള്ള ഒരു ക്ലിപ്പ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ നിങ്ങളുടെ അത് ബിസിനസ് പ്രൊമോഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സെൽഫായിട്ട് ഈ വർക്ക് ചെയ്യുന്നതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്താൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് കൂടിയാണ്. നിങ്ങളുടെ ക്ലയൻറ്റിന് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്ന്, നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം വരുത്താൻ വേണ്ടി ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. നമ്മുടെ ആ പച്ച വീട് പ്രശ്നേഴ്സ് എന്ന് പറഞ്ഞ പുള്ളി വർക്കിനേക്കാൾ കൂടുതൽ പുള്ളി ബ്രാൻഡിങ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോച്ച ചെയ്യുന്നത്, ബോച്ച ഇപ്പം എന്തൊരു കാര്യവും പുള്ളിക്ക് 5 പൈസ മുടക്കില്ല. അതുകൊണ്ട് പുള്ളിക്ക് സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളി പേഴ്സണൽ ബ്രാൻഡായി. ബോച്ച എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ തേയിലപ്പൊടി ബ്രാൻഡ് ചെയ്യാൻ പറ്റും, പുള്ളിയുടെ ബിസിനസ്സുകൾ ബ്രാൻഡ് ചെയ്യാൻ പറ്റും, എന്തും ബ്രാൻഡ് ചെയ്യാം. ഒരു പെണ്ണ് കഴിഞ്ഞ ദിവസം ബോച്ച കളിയാക്കിയപ്പോൾ തിരിച്ച് പറയാൻ പറ്റിയത് പുള്ളിക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ കണ്ട ചാനലുകാരുടെ പുറകെ എല്ലാം നടക്കേണ്ടി വരും. ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരാളായിട്ട് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ് ബ്രാൻഡ് ചെയ്യാനും ഈ ഐഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെയധികം, അത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു. അതൊക്കെ ചെയ്ത് സ്പീഡും, അതായത് വീഡിയോ ഫോട്ടോ സ്പീഡും എല്ലാം ഉപയോഗിച്ച് ഓഡിയോ ക്വാളിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ബിസിനസ് ബ്രാൻഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ. അതായത് പിന്നെ ബാറ്ററി ലൈഫ്, അത് നമ്മൾ അങ്ങനെ പറയുവാണെങ്കിൽ ബാറ്ററി ലൈഫ് കൂടെ ഒന്ന് ഉൾപ്പെടുത്താം. ബാറ്ററി ലൈഫ്, സ്ക്രീൻ സൈസ്. ബാറ്ററി ലൈഫ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി വീഡിയോ എടുക്കുമ്പോൾ ഇറങ്ങിപ്പോവും. ഒന്നെങ്കിൽ നിങ്ങൾ ചാർജറുമായിട്ട് നടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പവർ ബാങ്ക് മേടിക്കുക, കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു ഇതാണ് എൻ്റെ ഒരു ഇതിൽ പറയുന്നത്. ചാർജ് പെട്ടെന്ന് കയറും, പക്ഷേ നമുക്ക് ചാർജ് ഇറങ്ങിപ്പോകാൻ വീഡിയോ എടുക്കുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ നമുക്കത് ഒരു വിഷയമായിട്ട് നമുക്കത് തോന്നത്തില്ല. ഈ തരുന്ന ഫീച്ചറുകൾ വെച്ച് നോക്കിയെന്നല്ല. ബേസ് മോഡലിനാണ് ഇത് വരുന്നത്. അപ്പം ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയൊക്കെയാണ്. അപ്പം ഞാൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം പക്ഷേ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി
പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ, റീൽസ് എടുക്കാൻ, അതുപോലെ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഫോളോവേഴ്സിനെ നോക്കിയാൽ തന്നെ ഈ ഫോൺ വെച്ചിട്ട് വീഡിയോകളിൽ വെച്ചിട്ട് ധാരാളം രീതിയിൽ എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് ബ്രാൻഡ് ചെയ്യാനും ബ്ലോഗിങ് ഒക്കെ തുടങ്ങാനും സാധിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു തൃപ്തിയാണ് ഞാൻ കൊടുത്ത എൻ്റെ പ്രൈസിന് എനിക്ക് ഈ ഫോൺ തന്നത്. ഇപ്പം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു സംതൃപ്തിയിൽ മാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് ആൻഡ്രോയിഡിൽ നിന്ന് മാറുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആൻഡ്രോയിഡിൽ നിന്ന് ഇതിലേക്ക് മാറിക്കോളൂ. iOS പണ്ടത്തെ പോലെയല്ല, നല്ല ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് വരത്തില്ല. ആദ്യത്തെ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടെന്ന് പറയാൻ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതൊന്ന് നമ്മുടെ കൈക്ക് ഇണങ്ങാനുള്ളൊരു പാട് വരത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിരിക്കും. പിന്നെ നിങ്ങൾ ഒരിക്കലും ഐഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ആൻഡ്രോയിഡിലേക്ക് പോകത്തുമില്ല. ഓക്കെ, താങ്ക് യു.